നമസ്കാരം സാറേ. നമ്മുടെ പ്ലാന് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കിച്ചന്റെ ഫ്ലോർ യൂണിറ്റ്സ് ഇരുന്ന് നമുക്ക് തുടങ്ങാം. ഫ്ലോർ യൂണിറ്റ്സ് ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഡോർ, അതേപോലെ ഫ്രെയിം. നമുക്ക് ഇത് കണ്ടോ, വേറെ ക്യാബിൻസ് ഒന്നും ഇല്ല അകത്ത്. നമ്മൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് നമ്മൾ കളയുന്നില്ല. സ്റ്റെപ്പ് കളയാതെ നമ്മൾ ഫ്രെയിമിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഡോറ്, ഇൻബിൽഡ് ഹാൻഡിൽ. ഓക്കെ, അത് വെസ്റ്റ് സൈഡിൽ തന്നെ വാൾ യൂണിറ്റ്സ് ഉണ്ട്. ആ വാൾ യൂണിറ്റ്സ് നമ്മൾ ക്യാബിൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നടുക്കിങ്ങനെ ഷെൽഫ് കാണും. എല്ലാം ഡബിൾ സ്കിന്നാണ്. ഒന്നും ഈ ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നും പുറത്ത് കാണത്തില്ല. ഈ ഫ്രെയിമൊക്കെ നമ്മൾ ഈ വരയ്ക്കുമ്പം സാധാരണ ഒരു സോളിഡ് മോഡ്യൂൾ വെച്ച് വരയ്ക്കുന്ന പോലെ അല്ല ഇവിടെ ചെയ്യുന്നത് ശരിക്കും മാനുഫാക്ചറിങ് ചെയ്യുമ്പം എത്ര മെറ്റീരിയൽ വേണ്ടി വരുന്നു, എത്ര ലേബർ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു കാൽക്കുലേഷൻ വെച്ചാണ്. അതാണ് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത്. സാധാരണ സോളിഡ് പോലെയൊക്കെ വരയ്ക്കാനാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. നമ്മളൊരു ഡമ്മി പോലെ ഒരു പീസ് വെച്ച് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഈ ഫ്രെയിമിന്റെ ഒക്കെ ബോർഡർ കാണുന്നത്. അപ്പം നമ്മൾ ചെയ്തു വരുമ്പോൾ അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും കാണത്തില്ല. അതൊരു കാര്യം. രണ്ടാമത്, ഇതിനകത്ത് ഇങ്ങനെ ഷെൽഫ് കാണും. പിന്നെ ഇതിനകത്ത് വരുമ്പോഴും ഇതുപോലെ തന്നെ രണ്ട് തട്ട്. ഇത് എല്ലാം ഗ്ലാസ് ഇല്ലാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡോർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കാർക്കസ്, ഡബിൾ സ്കിൻ, സോഫ്റ്റ് ക്ലോഷർ എന്നുള്ള സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നോർത്ത് സൈഡിലോട്ട് വരുമ്പോൾ ഇതുപോലെ. ഓക്കെ, ഇതിന്റെ ഫ്രെയിം ഇല്ലാത്ത ഡോർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ പോകും. അതിനകത്തുള്ള സാധനമില്ല. എന്നിട്ട് രണ്ട് നമ്മുടെ ആ ഗ്യാസ് സ്റ്റവ് വരുന്നിടത്ത് മേളൊരു കട്ട്ലറിയും താഴെ ഒരു കപ്പ് ആൻഡ് സോസറും വെക്കാവുന്ന രീതിയിൽ ഒരു ടാൻഡം ബോക്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ടാൻഡം ബോക്സ് നമുക്ക് ഡോറ് തുറക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പുറമെ എല്ലാം ഈവൻ ആയിട്ടുള്ള ഡോർ എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ഈ ഡോറിന്റെ ഹൈറ്റ് വന്നിട്ട് നമ്മുടെ ഗ്രാനൈറ്റിന് തൊട്ട് താഴെ വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ഡോറ് ഈ ഗ്രാനൈറ്റ് ഇരുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ അത് എനിക്ക് ആ വെണ്ടറുമായിട്ട് നേരിട്ട് ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഗ്രാനൈറ്റിന്റെ താഴെ തന്നെ വരുന്ന രീതിയിൽ. അപ്പൊ എനിക്കത് ഞാനൊന്നും കൂടെ ഡീറ്റെയിൽഡ് മെഷർമെന്റിന് വേണ്ടി വരും. അപ്പം ഡീറ്റെയിൽഡ് മെഷർമെന്റും കൂടെ എടുത്താൽ മാത്രമേ പ്രൊഡക്ഷനിലോട്ട് പോകത്തുള്ളൂ. ഇതിനകത്തിരുന്ന ഒരു 99% കറക്റ്റ് ആയിരുന്നാലും ഒരു 1% കൂടെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ആണ് പ്രൊഡക്ഷനിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഡോർ ഇങ്ങനെ ഇരിക്കുന്നു. ഇതൊരു ഫ്രെയിം. ഈ ഫ്രെയിമിലാണ് ഡോർ വരുന്നത്. ഇതാണ് ഗ്രാനൈറ്റിന്റെ പ്രൊജക്ഷൻ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നത് ഈ ഇൻസ്റ്റോളേഷൻ എല്ലാം കഴിയുമ്പം ഈ ഡോർ ഗ്രാനൈറ്റിന്റെ താഴെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പം ഈ ഡിമോളിഷിങ് ചെയ്യാതെ
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു 2-3 കാര്യം. ഈ സ്റ്റെപ്പ് ഒരു ഇതിലാണ് നിൽക്കുന്നത്, ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഈ മേലത്തെ പീസ് വേറൊരു, ഈ ഗ്രാനൈറ്റിന്റെ ഇത് ഒരു പീസ് ഈ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. രണ്ടും രണ്ട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണേലും ഈ നിലവിലെ ഡിസ്റ്റൻസ് വെച്ച് അതിന്റെ പ്ലേസ് വെച്ചാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഫുള്ള് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം ഡോറ് ഈ ഗ്രാനൈറ്റിന് താഴെ നിൽക്കുന്ന രീതിയിൽ. അതേപോലെ ചെറിയ ഡോറാണ് ആദ്യം ഇട്ട് നോക്കിയത്. അതിന് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനിഞ്ഞ് വേണം അത് തുറക്കാനും എടുക്കാനും. അപ്പൊ അതൊരു പ്രയാസമാവും. പിന്നെ കാഴ്ചയിൽ ഒരു അഭംഗിയുള്ളത് കാരണമാണ് ഇത് മേളിലോട്ട് ഫുൾ ഡോർ ആക്കിയത്. അപ്പം താഴോട്ടാക്കുമ്പം നമ്മൾ ഇതിന്റെ ലെവലിൽ നിർത്താൻ പറ്റുമായിരുന്നു. സാറിന് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് കാണിക്കാം. ഈ ഫ്രെയിം നമുക്ക് ഇവിടെ കൊണ്ടുവരാതെ ഈ ഫ്രെയിം ഇതിന്റെ താഴെ നിർത്തുന്ന രീതിയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഡോറുകൾ തീരെ ചെറുതാകുകയും അതേപോലെ ഈ ലെവലിന് പ്രശ്നം വരാത്ത രീതിയിലായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ബോർഡർ ഭയങ്കര വീതിക്ക് വരുന്നു, അല്ലെങ്കിൽ താഴത്തെ ആ ഫ്ലോറിന്റെ ആ സ്റ്റെപ്പ് പോലത്തെ ഇത് പുറമേ കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് കാരണമാണ് വീണ്ടും അത് കറക്ഷൻ ചെയ്ത് ഈ ഫ്രെയിം ഇങ്ങനെ തന്നെ ആക്കി മാറ്റിയത്. ഓക്കെ, അത് ഒരു ഭാഗം. ഇനി അടുത്തത് വെസ്റ്റ് കഴിഞ്ഞാൽ ഈസ്റ്റിലോട്ട് വരുമ്പം മാഡം പറഞ്ഞ പോലെ ഇത് ക്രോക്കറിക്ക് വേണ്ടി ഉള്ള ഷെൽഫ്, നമുക്ക് റെഫ്രിജറേറ്റർ വെക്കാൻ ഞാനിവിടെ ഒരു 10 സെന്റിമീറ്റർ വീണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ 60 സെന്റിമീറ്ററിന്റെ ഒരു റെഫ്രിജറേറ്റർ ഡബിൾ ഡോർ സുഖമായിട്ടിരിക്കും. വാട്ടർ പ്യൂരിഫയർ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ അല്ല, പക്ഷെ ഭാവിയിൽ ഒരു സ്റ്റോറേജ് വാട്ടർ പ്യൂരിഫയർ ആണെങ്കിലും അത് വെക്കാവുന്ന രീതിയിൽ. ഇതിന്റെ ടാപ്പ് ഉണ്ടോ? ഇതിന്റെ ടാപ്പ് വന്നിട്ട് കണ്ടോ, ഇതിന്റെ ബേസ് വന്നിട്ട് കുറച്ച് അകത്തോട്ട് കയറിയായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇതിന്റെ ബേസ് ഉണ്ടോ, ഇത് പൂർണ്ണമായിട്ട് ഇങ്ങനെ അടഞ്ഞല്ലായിരിക്കുന്നത്, താഴ്വശം ഇങ്ങനെ തുറന്നായിരിക്കുന്നത്. അത് ആ ടാപ്പിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. വേറെ അതേപോലെ തന്നെ ഈ കോർണർ യൂണിറ്റ് വേണ്ട, ഇങ്ങനെ നടുക്കൊരു ഷെൽഫ് വരും. നമ്മൾ ആ ഷെൽഫ് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വേണം അകത്തിരിക്കുന്ന സാധനം എടുക്കാൻ. ഒരു 40 സെന്റിമീറ്റർ, ഇത് ഏതാണ്ട് 1000 സെന്റിമീറ്റർ 100 സെന്റിമീറ്ററോളം ഉണ്ട്. അപ്പം അതൊരു ഭാഗം. പിന്നെ ഇത് ക്രോക്കറിയുടെ സാധനം. ഇനി വാർഡ്രോബിലോട്ട് വന്നു കഴിഞ്ഞാൽ, വാർഡ്രോബ് 3 ഡോർ വാർഡ്രോബ്സ്. ഇത് 150 സെന്റിമീറ്ററോളം വരും. എല്ലാം ഒരു വാർഡ്രോബിന്റെ ലെങ്ത് വന്നിട്ട് എല്ലാത്തിനും ഒരു 4 ഫീറ്റ് ഉണ്ട്. 4 ഫീറ്റ് 5 ഇഞ്ച് ഒരെണ്ണവും 4 ഫീറ്റ് 11 ഇഞ്ച് ഒരെണ്ണവുമാണ് ലെങ്ത് വരുന്നത്. ഏകദേശം 4 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 120 സെന്റിമീറ്റർ രണ്ടിനും വരുന്നുണ്ട്. ഇതിന്റെ അകം വന്നിട്ട് കുറച്ചും കൂടി ഷെൽഫിന് ഹൈറ്റ് കൂട്ടാം, അതിനകത്ത് പ്രശ്നമില്ല. ഞാൻ എന്തായാലും അതിന്റെ മെഷർമെന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 30 സെന്റിമീറ്റർ ഹൈറ്റ് എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഈ ചെറിയ ചെറിയ കള്ളികളായിരിക്കും, പക്ഷെ നമുക്ക് വേർതിരിച്ച് വെക്കാൻ പറ്റും. അപ്പം ഒരു ലോക്കറും ഒരു ഡ്രോയറും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ ആ ബെഡ്റൂമിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ക്യാബിനാണ്. നമ്മുടെ കിച്ചന്റെ വാർഡ്രോബ് വാൾ യൂണിറ്റ്സ് വരുന്ന പോലെ തന്നെ ഫുള്ള് ക്യാബിനായിരിക്കും. ആദ്യം ഞാൻ ഡിസൈൻ ചെയ്തപ്പോഴേ ഈ ഫ്രെയിം മാത്രം താമസിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഈ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്ന കാരണമേ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഐഡിയയിൽ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെയും ഒരു സമയമെടുത്തു. അതായത് ഞാൻ ആദ്യം എന്നാ ഓർത്തെന്ന് പറഞ്ഞാൽ ഫ്രെയിം പോലെ ഉണ്ടാക്കിയിട്ട് അതിന് ഷെൽഫ്, അതായത് ബാക്കിലെ സ്കിന്ന് കാണത്തില്ല, സൈഡിലത്തെ 2 സ്കിന്ന് കാണത്തില്ല, ഡോറ് മാത്രം എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെയുള്ള കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് വലിയൊരു ലാഭമായിട്ട് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതായത് നമുക്ക് മാറുന്നത് പുറത്തെ സ്കിന്ന്
പുറത്തെ ഷീറ്റ്, സൈഡിലത്തെ സീറ്റ്, ഈ 2 സൈഡിലത്തെ ഷീറ്റ്. അപ്പം ബാക്കിയുള്ള ഷീറ്റുകളെല്ലാം ഫ്ലോറിലെ ഷീറ്റ് വേണം, താഴത്തെ ഷീറ്റ് വേണം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ക്യാബിനായിട്ട് തന്നെ ഫുള്ളായിട്ട് ചെയ്താൽ എന്നുള്ള രീതിയിൽ പിന്നെ അത് വീണ്ടും ഫുള്ള് നമ്മൾ വോൾ യൂണിറ്റ്സ് ചെയ്ത പോലെ തന്നെ ആക്കി. അപ്പം ഇത് നന്നായിരിക്കും കേട്ടോ ചെയ്ത് തന്നു. ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വേണം ചെയ്യാം. ഇതിന് പ്രശ്നമില്ല. കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനത്തിന് മാത്രം ഡോറയിൽ ഒരു PU പെയിന്റിങ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും, മെയിൻ്റെനൻസ് നന്നായിരിക്കും. ഇത് വാർഡ്രോബ് ഒന്നും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇതൊന്നും ഇവിടെ ബെഡ്റൂമിനകത്തൊന്നും ഈർപ്പോ അല്ലെങ്കിൽ മസാല എണ്ണ ഒന്നും ഇല്ലാത്ത കാരണം ഇത് പെയിന്റ് ഇല്ലാതെ തന്നെ വേണമെങ്കിലും ചെയ്യാം. പെയിന്റ് വെക്കണമെന്നുണ്ടെങ്കിൽ പെയിന്റും ചെയ്യാം. ഓക്കെ സാറേ. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെയും പാർട്ട് ഞാൻ നമ്മുടെ ഇതുണ്ട്, ഇത് പാർട്ട് A, അതേപോലെ തന്നെ ഇത് പാർട്ട് C. ഇത് ഓരോന്നും ഓരോ പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് ബഡ്ജറ്റിങ്ങിന് വേണ്ടി. B എന്ന് പറയുമ്പം ഈ പാർട്ട് മുഴുവനും വരും, ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് വരും. അതേപോലെ തന്നെ ഇത് ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് വരും. അതായത് ഒറ്റ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരും, യൂണിറ്റ് അറിയാമല്ലോ. അതേപോലെ തന്നെ ഇത് വരുമ്പം G, ഇത് വാട്ടർ പ്യൂരിഫയറിന്റെ മാത്രം ഒരു യൂണിറ്റ്. ഇത് F. ഓക്കെ, വാർഡ്രോബിന്റെ ഇതിനകത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, ഇതുണ്ടോ 25 സെന്റിമീറ്റർ ഹൈറ്റ്, 48 സെന്റിമീറ്റർ വിഡ്ത്ത്, 200 സെന്റിമീറ്റർ ഹൈറ്റ്, 156 സെന്റിമീറ്റർ വിഡ്ത്ത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കൊട്ടേഷൻ നോക്കുമ്പോൾ ഇതേപോലെ നോക്കിയാൽ മതി. പാർട്ട് A 28 സർഫസ് ഏരിയ ആണ് ഫുള്ള്. നമ്മൾ ഷീറ്റുകൾ എത്ര വരുന്നു സർഫസ് ഏരിയ വെച്ചാണ് നമ്മൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് മൊത്തം വന്നിട്ട് 5,44,000 വരും. ഇതിനകത്തിരുന്ന് സാറിന് വേറെ എന്തെങ്കിലും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വാർഡ്രോബിനകത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും മെറ്റീരിയലിനകത്ത് വ്യത്യാസം. ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതിനകത്ത് ഇനി വേറെ ഒന്നും കുറയ്ക്കാനില്ല. നമ്മൾ കിച്ചന്റെ ബേസ് യൂണിറ്റ് കുറച്ചു, ഓൾ യൂണിറ്റ്സുകളെല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വന്നു. പിന്നെ ഈ ഇതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, സ്കിന്ന് എത്ര ഷീറ്റുകൾ കുറയ്ക്കുക. പക്ഷെ ഷീറ്റ് മാത്രം കുറയ്ക്കുന്നത് കൊണ്ട് പ്രൈസ് കുറയണമെന്നില്ല. ഇപ്പം ഫ്രെയിം വരുമ്പം ആ എഫേർട്ട് ഉണ്ട്, അതിനെ കവർ ചെയ്യുന്ന ഷീറ്റ് മാത്രമേ കുറയുന്നുള്ളൂ. അപ്പോൾ അത് കാരണം വലിയ നോമിനൽ വ്യത്യാസം വരത്തില്ല. ഇതെല്ലാം 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഓക്കെ സാറേ. എല്ലാം ഹിഞ്ചസ് എല്ലാം ഷോപ്പ് ക്ലോഷർ ആയിരിക്കും. ഹെറ്റിച്ചിന്റെ ആയിരിക്കും ഒരു 99% ഹെറ്റിച്ച്, അല്ലെങ്കിൽ ഹെറ്റിച്ചിന്റെ ആണ് ഹിഞ്ചസ് എല്ലാം യൂസ് ചെയ്യുന്നത്, സ്ലൈഡേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്, ടാൻഡം ബോക്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ഹെറ്റിച്ചിന്റെയാണ്. ഓക്കെ, ശരി സാറേ, താങ്ക് യു.